അബിൻ വർക്കി, രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്യാതെ വ്യക്തനിക്ഷേപം നടത്തുക എന്നുള്ളത് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതാണ്. മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് അദ്ദേഹം സ്വർണ്ണക്കട്ടിലിൽ കിടന്നുറങ്ങുന്നതിന്റെ ജനറേറ്റഡ് ഇമേജസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഉറക്കത്തിന് 1 ലക്ഷം രൂപ എന്നുള്ള പ്രചാരണം നടത്തുക എന്ന് പറയുന്നത് എത്ര ദുഷ്ടലാക്കോട് കൂടിയുള്ളതാണ്. ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയുക? ഒന്നാമത്തെ കാര്യം, 2-3 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമായിരുന്നു എന്നുള്ളത് ആദ്യം താങ്കൾ മനസ്സിലാക്കണം. എന്താണ് ഞാൻ പറഞ്ഞത്? ഇതിനകത്ത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ അനക്സർ 1-ൽ ഐറ്റം ലിസ്റ്റിലെ പാർട്ട് കെ, അതിനകത്ത് B3 എന്ന് പറയുന്ന കോളമുണ്ട്. ആ കോളത്തിലെ കണക്കിതാണ്: ബെഡ്, ഫാമിലി കോട്ട് മാട്രസ്, പില്ലോ വിത്ത് കവർ, ഫുൾ സെറ്റ്, ക്വാണ്ടിറ്റി 1, റേറ്റ് 1 ലക്ഷം, GST അടക്കം 1,11,365. ഇനി അരുൺകുമാർ പറഞ്ഞാൽ മതി. അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടന്ന പരിപാടിയാണ്. ഈ ഒരു ദിവസത്തെ പരിപാടി ഏത് മഹാനായ മഹത് വ്യക്തിക്ക് തലചായ്ക്കാനാണ് ഈ 1,11,000 രൂപ എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് അങ്ങ് മുടക്കിയത് എന്നുള്ള ഒരു സിമ്പിൾ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിന് ക്യാപ്റ്റനാണോ, കാരണഭൂതനാണോ, അതോ മറ്റു വല്ലവർക്കും ആണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിച്ചത്. നിങ്ങൾ അതിന് കിടക്കുന്നത് ആരുടെ ദേഹം ഒന്ന് വിശ്രമിപ്പിക്കാനാണ് 1,11,000 രൂപ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പണത്തിൽ നിന്ന് മുടക്കിയതെന്നാ ചോദ്യം. ഇത് വലിയ കുരിശായല്ലോ. ആ ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലെങ്കിൽ പറയണ്ടേ, വ്യക്തമാക്കണ്ടേ, ഇന്ന ആൾക്ക് കിടക്കാനാണ് മേടിച്ചതെന്നൊക്കെ പറഞ്ഞാൽ മതി. പുണ്യാളം കൊണ്ടുവന്നാ ഇവനെ പറഞ്ഞാൽ മതി. സംശയമുണ്ടെങ്കിൽ ആർക്കാണെന്ന് വ്യക്തമാക്കണമെന്ന് ഈ ചർച്ചയിൽ ചോദിക്കേണ്ടത്. വലിയ അല്ല, ഇത് അങ്ങനെ തന്നെയാണെന്നേ ചോദിക്കണേ. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റനും കാരണഭൂതനും കഴിഞ്ഞിട്ടേ വേറെ ഒരാളുള്ളൂ. അപ്പോ 1,11,000 രൂപയുടെ കട്ടിലിൽ വാസവം കിടന്നിട്ട് മുഖ്യമന്ത്രി കിടക്കുമെന്നൊന്നും വിശ്വസിക്കാനുള്ള വലിയ മഹത്വ മനസ്കത ഒന്നും ഞങ്ങൾക്കില്ല. എന്തോ ആയിക്കോട്ടെ, അവരങ്ങ് പറഞ്ഞാൽ മതി ആർക്ക് വേണ്ടിയിട്ടാണ് അത് മുടക്കിയത്. അരുൺകുമാർ, 4/11/2025 തന്നെ ഇതേ ദേവസ്വം കമ്മീഷണറും സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതിയിൽ കൊടുത്ത പാർട്ട് കെ എന്ന തലക്കെട്ടില് ഫർണിച്ചർ ആൻഡ് മിസ്ലേനിയസ് ഐറ്റംസ് ഫോർ എക്സിസ്റ്റിംഗ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ്, ആ ഗസ്റ്റ് ഹൗസിൽ കട്ടിലാകാം, കിടക്കയാകാം, അതുപോലെ സോഫ സെറ്റ് ആകാം, മറ്റു മിസ്ലേനിയസ് ഐറ്റത്തിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള തുക അത് ആ ദേവസ്വത്തിന്റെ സ്വത്തായിട്ട് മാറുന്നു. അത് ഗസ്റ്റ് ഹൗസിൽ ആരൊക്കെ താമസിക്കുന്നത്? സുപ്രീം കോടതി ജഡ്ജോ, മന്ത്രിമാരോ, അതുപോലെ MP-മാരോ, കേന്ദ്രമന്ത്രിയോ, കേന്ദ്ര പ്രതിപക്ഷ നേതാവോ, രാഹുൽ ഗാന്ധിയോ, ആരും ആഗോള അയ്യപ്പ സംഗമത്തിന് മേടിച്ചതിന്റെ കണക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട്. അല്ല, ഇത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ആർക്ക് കിടക്കാനാണ്? ഇത് ഗസ്റ്റ് ഹൗസിലേക്ക് ഏത് ഗസ്റ്റ് ഹൗസിൽ ആരും താമസിക്കില്ല. അല്ല ഗസ്റ്റ് ഹൗസിലേക്കുള്ള മിസ്ലേനിയസ് സാധനം മേടിക്കാൻ വേണ്ടി മുടക്കിയ പണം അത് മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് എത്രയോ ഇമേജുകൾ പ്രചരിപ്പിക്കുന്നു. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് എന്തിയാ മറുപടി പറയാത്തെ? അല്ല ഇവിടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ അത് ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്. അത് അവിടെ തന്നെ ആഗോള അയ്യപ്പ സംഗമവും ഗസ്റ്റ് ഹൗസ് നവീകരണവും തമ്മിൽ എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കാര്യമാണ്. ഇതൊക്കെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണല്ലോ. കോൺക്രീറ്റ് കൊടിമരത്തിന് ചെതലരിച്ചു ആ കോൺക്രീറ്റ് കൊടിമരത്തിന് ചെതലരിച്ചതും 2 കോടി രൂപ തന്ത്രി ഇട്ടത് കാണാതെ പോയതും അത് ആന്റോ ആന്റണി 2 കോടി രൂപ മേടിച്ചുകൊണ്ട് പോയതും അത് വാർത്തയാക്കരുത്. ആന്റോ ആന്റണി 2 കോടി രൂപ മേടിച്ചുകൊണ്ട് പോയതും തന്ത്രി ഇട്ട് 2 കോടി കാണാതെ പോയതും അതൊന്നും ആരും ചർച്ചയാക്കരുത്. അതൊരു മാധ്യമങ്ങൾക്കും ചർച്ചയാക്കരുത്. അതുകൊണ്ട് ഇല്ലാത്ത ഹൈക്കോടതിയിൽ പൊട്ടുന്നത് പോലെ ഇത് പൊട്ടിപ്പോയി. എന്റെ അവസരമാണല്ലോ ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. അതായത് തന്ത്രി 2 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ ഇട്ടുവെന്നും ആ പണം ആന്റോ ആന്റണി എടുത്തു എന്നുള്ള ഒരു ആരോപണം ഇന്ന് CPM-ന് ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ പൊതുസമൂഹത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. തന്ത്രി ഇട്ടു എന്നും അത് പലതവണ ആ സ്ഥാപനം റെയ്ഡ് ചെയ്ത വിജിലൻസിനും അതുപോലെ തന്നെ സ്പെഷ്യൽ അന്വേഷണ കമ്മീഷനും ഉണ്ട്.
അത് ഇട്ടു എന്നുള്ളത് കൃത്യമായി മണ്ടത്തരം ഹൈക്കോടതി പറയരുത്. അന്വേഷണ റിപ്പോർട്ടിന്റെ തന്ത്രി ആ ഭാഗമായി സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. പണം അതുകൊണ്ട് ഇട്ടുന്ന ഒരു CPM ഒന്നും രേഖയില്ല. ചെയ്തിട്ടില്ല. മണ്ടത്തരല്ല. അന്വേഷണ സംഘം കണ്ടെത്തിയതാ. ഉദയഭാനും വാല് മുറിഞ്ഞ് ഓടിയ കാര്യ പറയുന്നത്. ഞങ്ങളുടെ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ അന്വേഷണ സംഘം. ഉദയഭാനു വാല് മുറിഞ്ഞ് ഓടിയ ഞങ്ങളുടെ അന്വേഷണ സംഘം ഏതെങ്ങനെയാ? മണ്ടത്തരം ഹൈക്കോടതിയുടെ അന്വേഷണ സംഘം. ഒരുമാതിരി ഹൈക്കോടതിയുടെ മണ്ടത്തരം അന്വേഷണ സംഘം. ചാനൽ ചർച്ച പറയാം. ആന്റോ ആന്റണി സമ്മതിച്ചല്ലോ, ഞാൻ അത് മേടിച്ചു എന്ന്. മറ്റൊരു ആന്റോ ആന്റണി സമ്മതിച്ചല്ലോ. തന്ത്രി അപ്പൊ ഇട്ടത് നിങ്ങൾക്ക് പറയാം മടയത്തരം, പുറത്തു വന്നു. നിങ്ങൾക്ക് പറയാം മണ്ടത്തരം. മടയത്തരം അത് പറയരുത്. ആങ്കർ കേൾക്കൂല. ഞാൻ പറയുമ്പോ അത് ആങ്കർ നിങ്ങൾ കേൾക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടും ബാലിശവും കള്ളത്തരമൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളുടെ പ്രതിനിധികളാണ്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ഞാൻ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം തിരിച്ചു വാങ്ങി തരാൻ പറ്റുമോ? അഡ്വക്കേറ്റ് ആണെങ്കിൽ അത് തെളിയിച്ചോ? ഉദയഭാൻ പറഞ്ഞ ആരോപണം ഉണ്ട് എന്ന് നിങ്ങളിൽ നിന്ന് ഇതൊന്നും അരുൺകുമാർ എന്ന പ്രതീക്ഷിക്കുന്നില്ല. അഡ്വക്കേറ്റ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല. തെളിയിച്ചോ? ആന്റോ ആന്റണി തെളിയിച്ചോ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ആന്റോ ആന്റണി പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ മേടിച്ചു, ഞാൻ മേടിച്ചു, പൈസ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ആന്റോ ആന്റണി പത്രസമ്മേളനം നടത്തിയത് എനിക്ക് തെളിയിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ തമ്മിലുള്ള കാര്യം. അത് KC വേണുഗോപാലായും ആന്റോ ആന്റണിയും അടൂർ പ്രകാശും തമ്മിലുള്ള കാര്യം അവർ തെളിയിക്കട്ടെ. എനിക്ക് ഏതായാലും അവർ പറഞ്ഞ കാര്യം തെളിയിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അത് മറ്റൊരു വിഷയം. ശരി ശരി അല്ല അവൻ പെട്ടെന്ന് വേണം. എനിക്ക് മധുവിലേക്ക് പോകണം പെട്ടെന്ന്. അതും വിഷയമാണ്. ഞാൻ എന്റെ പോയിന്റ് ക്ലിയർ ആയിട്ട് ഒന്ന് ഇനി അരുൺകുമാർ സംസാരിക്കുമ്പോൾ ഞാനും സംസാരിക്കും. അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒന്ന് ആന്റോ ആന്റണിയുടെ വിഷയം ഇവിടെ പറഞ്ഞതുകൊണ്ട് പറയാം. ആ വിഷയത്തിൽ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി പണം ഇട്ടിട്ടില്ല എന്ന് ഇവിടെ പ്രസ്താവിച്ച ഏജൻസി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് തന്നെയാണ്. ദേശീയ ED പറഞ്ഞതാണ്. ആ തന്ത്രി ഇട്ട പൈസ ഏതോ കുന്നത്തുപറമ്പ് ഫിനാൻസിലാണ് എന്ന് ഇവരുടെ ഏജൻസി കണ്ടെത്തിയതാണ്. അത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉദയഭാനു ആ ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയത്. അതാണ് അതിന്റെ വസ്തുത. അത് അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ പ്രിയപ്പെട്ട അരുൺകുമാർ ഈ IIICക്ക് കിഫ്ബിയുടെ ഏതാണ്ട് ഒരു അവാർഡ് കിട്ടിയെന്ന് പറയും. ആ അവാർഡിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ അരുൺകുമാറെ. ആ അവാർഡിന്റെ കിഫ്ബി കൊടുക്കുന്ന അവാർഡാണോ? അല്ലല്ലോ, ഒരു സെക്കൻഡ് മാധു ഒരു സെക്കൻഡ് പോകല്ലേ. സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞാൽ കിഫ്ബി കൊടുക്കുന്ന അവാർഡല്ല. മണ്ടത്തരം പറയുന്നത്. സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം തുടങ്ങാൻ നേരത്തെ അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. അല്ലാതെ കിഫ്ബി കൊടുത്ത അവാർഡല്ല അത്. മണ്ടത്തരം പറയരുത്. ശരി സെന്റർ ഫോർ എക്സലൻസ് ആയി 2018 തുടങ്ങിയ സ്ഥാപനമാണത്. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. അല്ലാതെ അവാർഡ് കൊടുത്തു തുടങ്ങിയതല്ല. മണ്ടത്തരം പറയരുത്. സെന്റർ ഫോർ എക്സലൻസ് ആയി സ്കിൽഡ് ഡെവലപ്മെന്റ് അക്കാദമിയുടെ 2018 തുടങ്ങിയതാണ് ഈ IIIC എന്ന് പറഞ്ഞത്. അല്ലാതെ അത് അവാർഡ് കൊടുത്തു. ശരി